നമസ്കാരം എല്ലാവർക്കും. പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നല്ല അടിപൊളി ദിവസമായിരുന്നു. രാത്രി വലിയ തണുപ്പെന്നൊന്നും പറയാനില്ല, പക്ഷേ അത്യാവശ്യം നമുക്ക് നല്ല തണുപ്പായിരുന്നു. ഇപ്പോൾ രാവിലെ 6:45 എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായി. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മൂന്നാറ് യാത്രകൾ കാണാം. ഇത് കൂടാതെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടുത്തെ വളരെ ഭംഗിയായിട്ട് രാവിലത്തെ സമയമാണ് കേട്ടോ. കിളികളുടെ ഒച്ചയും കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. അത് നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് കാണുന്ന 98 ഏക്കറാണ്. ശരിക്കും പറഞ്ഞിട്ട് ഡെൻസ് ഫോറസ്റ്റ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുക. അത് കാടമം പ്ലാന്റേഷനാണ്. അപ്പം ഞാൻ എങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിൽ പോകാനാണ് മഞ്ജുവിന് താല്പര്യം? ആണ് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിലൊക്കെ ക്രൗഡായിട്ടുള്ളതിലും നല്ലത് നല്ലത് ഫോറസ്റ്റ് ആണ്. വലിയ ക്രൗഡില്ല, നമുക്ക് വളരെ സമാധാനമായിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നത്. കുറേ ദിവസങ്ങളായിട്ട് മാസ്ക് ഒന്നുമില്ലാതെ വളരെ സന്തോഷമായിട്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസത്തെ നമ്മുടെ യാത്രയിൽ നമ്മൾ ഫാമിലി കൂട്ടുന്നുണ്ട്, കൊച്ചുങ്ങളെ നമ്മൾ കൂട്ടുന്നുണ്ട്. കാര്യം അവരും അറിയണം എങ്ങനെയൊക്കെയാണ് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ എവിടെയൊക്കെ താമസിക്കാം, എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് കാണണം. നിങ്ങളും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരണം. നിങ്ങൾ 2-3 ദിവസം നമുക്ക് സ്ട്രെസ് റിലീഫാണ് നമുക്ക് വല്ലാത്ത. കാരണം ഇപ്പോൾ ജോബ് ടെൻഷനും ഇപ്പോഴത്തെ സാഹചര്യം എല്ലാം കൊണ്ട് സ്ട്രെസ്ഡ് ഔട്ടാണ്. അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളി. ലിസണിങ് ടു ദി നേച്ചർ, ലിസണിങ് ടു ദി സൗണ്ട്, സൂപ്പർ. ഞങ്ങൾ ഇപ്പോൾ മാട്ടുപ്പെട്ടി ഭാഗത്തേക്ക് പോവാണ്. ഒരുപാട് പ്രാവശ്യം മാട്ടുപ്പെട്ടിയിലൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഇതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇത്രയും മാസം കണക്കിന് നമ്മൾ ഈ വീട്ടിലൊക്കെ ഇരുന്നിട്ട് ഇറങ്ങുമ്പോൾ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. പിന്നെ ഇപ്പോൾ ഇവിടെ മൂന്നാറ് കാണാൻ സാധിക്കുന്ന, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഹണിമൂൺ കപ്പിൾസൊക്കെ വരുന്നുണ്ട്. ബാക്ക് ടു നോർമൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ക്രൗഡൊക്കെ ആയി തുടങ്ങി. നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ടൂറിസം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എത്രയോ ആൾക്കാരുടെ അധ്വാനമാണ് വെറുതെ ആയിരുന്നത് കുറേ മാസങ്ങളോളം. പക്ഷെ മൂന്നാറ് വളരെ ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. ഇപ്പോൾ ഈ പാൻഡമിക് സിറ്റുവേഷൻ കഴിഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു, ഇടയ്ക്കൊക്കെ ഞങ്ങൾ വന്നൊരു സമയത്ത് ഒരുപാട് പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ കാണുമ്പോഴായിരുന്നു. ഇപ്പോൾ വളരെ ഗ്രീനായി, കുറച്ചും കൂടെ ആൾക്കാർ റെസ്പോൺസിബിളായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ വന്ന സമയത്ത് നമ്മൾ മാട്ടുപ്പെട്ടിയുടെ അവിടെ വന്ന സമയത്ത് 2 കാട്ടാന കുറച്ച് ദൂരമുണ്ട്. എന്നാലും നമുക്ക് വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു എന്നറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. കാരണം ഗ്രീനും അതിൻ്റെ ഇടയ്ക്ക് 2 കാട്ടാന മാത്രം. എന്തായാലും അതും കാണാനുള്ള ഭാഗ്യം ഇപ്പോൾ കിട്ടി. ഇപ്പോൾ ചെറിയ രീതിയിൽ തണുപ്പൊക്കെ വീണ്ടും തുടങ്ങി. ഉച്ച കഴിയുമ്പോഴാണ് ഇപ്പോൾ തണുപ്പ് ഇവിടെ. നമ്മൾ ഇരവിക്കുളം നാഷണൽ പാർക്കിൽ പോയില്ല. നമ്മൾ അവിടുത്തെ എൻട്രൻസ് ടിക്കറ്റ് ചോദിച്ചപ്പോൾ 200 രൂപയാണ് പറഞ്ഞത്. അത് വന്നിട്ട് 10 മിനിറ്റ് നമ്മൾ ബസ്സിൽ കൊണ്ടുപോയിട്ട് ഒരു ലൊക്കേഷനിലെത്തിക്കുകയും അവിടെ നമുക്ക് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ സ്പെൻഡ് ചെയ്യുകയും ചെയ്യാം. വരയാടുകളെയാണ് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാം. പക്ഷെ പെർ ഹെഡ് 200 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം നമുക്ക് തിരിച്ചിന്ന് പോകുന്നതുകൊണ്ട് നമുക്ക് സമയം അത്രയും സ്പെൻഡ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ്
അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചും കൂടെ മുകളിലേക്ക് വന്നപ്പോൾ നല്ല അടിപൊളി ലൊക്കേഷൻ. ആ ലൊക്കേഷനാണ് നിങ്ങളിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പ്രകൃതിയെ നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മുകളിൽ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടോ, ഒരു അരുവി പോലെ ഇങ്ങനെ ഒഴുകി 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 വരുന്നതാണ്. ശരിക്കും മൂന്നാർ വരുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അധികം തിരക്കില്ലാത്ത സ്ഥലങ്ങളിൽ വന്നിട്ട് കുറച്ചധികം സ്പെൻഡ് ചെയ്യണം. അതേപോലെ ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങി. അതായത് ഒരുപാട് ആൾക്കാർ ഇപ്പം ഞങ്ങൾ എത്ര ഈ പറഞ്ഞ പോലെ ടൂറിസ്റ്റുകളെ കണ്ടെന്ന് പറയും. മിക്കവാറും നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു തുടങ്ങി. അതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ മൂന്നാർ തേരാപ്പാര നടപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇവിടെ ടീ കൗണ്ടില്ലേ, KTDC, അവിടെ വന്നിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ലഞ്ചെല്ലാം കഴിച്ചു. ലഞ്ച് ടൈം കഴിഞ്ഞു 3:30 ആയപ്പോൾ. അപ്പോൾ ഫ്രൈഡ് റൈസും ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു. ഇപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണ്. നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പലർക്കും അറിയാം, KTDCയിലെ മൂന്നാർ ടൗണിൽ തന്നെയുള്ള ഒരു റിസോർട്ടാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും. ഇതും നല്ലതാട്ടോ, കാരണം ഇപ്പോഴത്തെ സമയത്ത് അവർ നമ്മളടുത്ത് പറയുണ്ടായി റേറ്റ് വളരെയധികം കുറച്ചിട്ടുണ്ട്. ഡബിൾ റൂമിന് വന്നിട്ട് ടാക്സ് അടക്കം 3800 രൂപീസേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്, ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ട്. അപ്പോൾ അത് നല്ലൊരു അവസരമാണ്. നിങ്ങൾ ഇപ്പോൾ റീസ്റ്റാർട്ട് ആവുന്നേ ഉള്ളൂ ഇതെല്ലാം. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ റേറ്റിൽ KTDCയിലെ ടീ കൗണ്ടിയിൽ നിൽക്കാനുള്ള ഒരു സാധ്യത വളരെയധികം ഉണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യുക. നല്ല ലൊക്കേഷനാണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് അതിൻ്റെ വിഷ്വൽ കാണിച്ചു തരാം. വളരെ മനോഹരമായിട്ട് ഉള്ളതാണ് കണ്ടോ. മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുകയാണ്. അവർ നമ്മളോട് പറഞ്ഞ് ഇപ്പോൾ ഓപ്പൺ ആവും, കപ്പിൾ ഓഫ് ഡേയ്സ് ടൈമിനുള്ളിൽ തന്നെ ഓപ്പൺ ആവും. അതിന് ശേഷം ഇതാണ് ഇപ്പോഴത്തെ റേറ്റ്. അപ്പോൾ ഇപ്പം നിങ്ങൾ സൈറ്റിൽ ചിലപ്പോൾ അവൈലബിൾ ആവുന്ന റേറ്റ് ഞാൻ പറഞ്ഞ റേറ്റ് ആയിരിക്കാം. അത് കഴിയുമ്പോഴേക്കും ചെറിയ വ്യത്യാസങ്ങൾ വേണമെങ്കിൽ വരാം. പക്ഷെ നല്ല ലൊക്കേഷനാണ്. ഭക്ഷണമൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള ഭക്ഷണമാണ്. അടിപൊളി കാട് കണ്ടോ, റോസയൊക്കെ നല്ല കട്ട റോസ, നല്ല അടിപൊളിയായിട്ട്. പല കളറിലുള്ള റോസയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാട്ടോ. നല്ല